മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഏവരും നിങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ദേശീയോത്സവമായ ഓണത്തിൻ്റെ ആവേശത്തിലും ഒരുക്കത്തിലും ഉത്സാഹത്തിലുമായിരിക്കുമല്ലോ എല്ലാവരും. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഉത്സവം നമുക്ക് ആഘോഷമായിട്ട് കൊണ്ടാടുവാൻ സാധിക്കുന്നില്ല എന്ന് വരികിലും നിങ്ങളെല്ലാവരും തന്നെ ഓണത്തിൻ്റെ താളത്തിലും തിളക്കത്തിലുമാണെന്ന് അറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സർവ്വവിധ നന്മകളും നിറകുടമാർന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കി അതുപോലൊന്ന് ജീവിച്ച് ആ ജീവിതമാധുര്യം ആസ്വദിക്കുവാൻ നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന കാലഘട്ടമാണ് ഓണക്കാലം. കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം നഷ്ടം കൂടെയും കഷ്ടം കൂടെയും മധ്യേ നടന്നു നീങ്ങുന്ന നമുക്ക് ഈ വർഷം ഈ ആഘോഷം തനതായ വിധത്തിൽ കൊണ്ടാടുവാൻ സാധിക്കുന്നില്ല എന്ന് വരികിലും നമുക്ക് നമ്മുടെ വീടുകളിലായിരുന്ന് കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് ഏറെ ഹൃദ്യമായി ആവേശപൂർണമായി ആഘോഷിക്കുവാനായിട്ട് ഈശ്വരൻ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ സ്കൂൾ കുടുംബം ഓണം ആഘോഷിച്ച് നമ്മുടെ നാടിൻ്റെ ഉത്സവത്തിൽ പങ്കുചേരുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഒക്കെ സഹായത്തോടെ വീടിന് ചുറ്റുപാടുമുള്ള നാട്ടുപൂക്കൾ ശേഖരിച്ച് അത്തപ്പൂക്കളം ഒരുക്കുന്നു. ഓണവിഭവങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വം നൽകുന്ന അമ്മയെ അച്ഛനും മക്കളും കൂടി സഹായിക്കുന്നതിൽ തിടുക്കം കാട്ടുന്നു. കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഓണക്കളികളും ഓണ മത്സരങ്ങളും നടത്തുന്നു. മാതാപിതാക്കളുടെ സ്നേഹം, കരുതൽ ഇവ കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. കുഞ്ഞുങ്ങൾ അവരുടെ സഹായം, സഹകരണം, അനുസരണം, ആദരം എല്ലാം മാതാപിതാക്കൾക്ക് നൽകുന്നു. അതെ, മാതാപിതാക്കളുടെ ഹൃദയങ്ങൾ, മനസ്സുകൾ സന്തോഷത്താൽ സംതൃപ്തിയാൽ നിറയുന്നു. ഈ വർഷത്തെ ഓണാഘോഷം ഇത്തരം നൂതനമായ അനുഭവങ്ങൾ നൽകുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓണപരിപാടികൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഏറ്റവും നന്നായി വിധത്തിൽ അവതരിപ്പിക്കുവാൻ അവർക്ക് ഈശ്വരൻ കൃപ കൊടുക്കട്ടെ. ഇത് കണ്ട് ആസ്വദിക്കുവാൻ പ്രേക്ഷകരും റെഡിയായി കഴിഞ്ഞു. അവതാരകർക്കും പ്രേക്ഷകർക്കും എല്ലാ നന്മകളും, നല്ല ഒരു ഓണദിനവും ഓണാശംസകളും നേർന്നുകൊള്ളുന്നു. കലയവരം സെൻറ് തെരേസാസ് LP ആൻഡ് UP സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഓൺലൈനായിട്ട് നടത്തുന്നതിൽ സന്തോഷമുണ്ട്. ഈ വർഷത്തെ പ്രത്യേകമായ സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. കോവിഡ് എന്ന മഹാമാരി ഈ സമൂഹത്തിൽ വേട്ടയാടപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ പരിമിതികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു മാവേലി നാട് ഇവിടെ സംജാതമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് രണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭാരത മഹാസാമ്രാജ്യത്തിന്റെ തെക്കേറ്റത്ത് അറബിക്കടലിനോട് കിന്നാരം പറഞ്ഞു കിടക്കുന്ന ഒരു കൊച്ചു പ്രദേശമാണല്ലോ നമ്മുടെ കേരളം. ഈ നാട് അനേകം ആഘോഷങ്ങൾക്ക് പേര് കേട്ടതാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ആഘോഷങ്ങളെയെല്ലാം മറികടന്ന് മാനവരെല്ലാം ഒന്നുപോലെ ആഘോഷിക്കുന്ന ദേശീയോത്സവമാണ് ഓണം. പച്ചവിരിച്ച നെൽപ്പാടങ്ങളും അധ്വാനിക്കുന്ന കർഷകന്റെ വിയർപ്പും കൊയ്ത്തുപാട്ടും ഓണക്കളികളും ഓണപ്പുടവയും ഇതുപോലെ ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭാരതീയ അഭിമാനമായി കരുതിയിരിക്കുന്നു. COVID-19 എന്ന മഹാമാരി ഇന്ന് ലോകത്തെ കാവി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, സ്കൂളിൽ വന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് ആഘോഷങ്ങളെല്ലാം നാമമാത്രമായി തോന്നിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ വർഷത്തെ ഓണാഘോഷം ഭംഗിയായി വീട്ടിലിരുന്ന് അവതരിപ്പിക്കാൻ ഈശ്വരൻ നമ്മളെ സഹായിച്ചു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചു.
മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും മുട്ടില്ല. തിരുവാവണിരാവ് പണ്ട് ഇവിടെ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. അതുപോലെ ഒരു രാജാവായിരുന്നു മഹാബലി. അസുരവംശജനാണെങ്കിലും അദ്ദേഹം നല്ല രാജാവാണ്. മഹാബലിയോ? അതെന്ത് പേരാണ്? ആ, മഹാബലി എന്ന് വെച്ചാ മഹാത്യാഗം ചെയ്യുന്നവൻ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾ. മഹാബലിയെ പിന്നീട് ആളുകള് മാവേലി എന്നും വിളിച്ചിരുന്നു. തങ്ങളുടെ സ്വർഗരാജ്യം കൈവിട്ട് പോകുമെന്ന് ഭയന്ന ദേവന്മാർ വിഷ്ണു ഭഗവാനോട് അപേക്ഷിച്ചു. മഹാപ്രഭു, ഞങ്ങളെ രക്ഷിച്ചാലും. മഹാബലി പ്രജകൾക്കെല്ലാം പ്രിയങ്കരനായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ സ്വർഗവും അസുരരാജാവ് കീഴടക്കും. മഹാബലിയെ ഇല്ലാതാക്കണം. എന്നിട്ട് വിഷ്ണു ഭഗവാൻ മഹാബലിയെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് ആലോചിച്ച് ഭൂമിയിലേക്ക് പോയി. വരൂ ബ്രാഹ്മണബാല, താങ്കൾക്ക് എന്റെ യാഗശാലയിലേക്ക് സ്വാഗതം. അകത്തേക്ക് വന്നാലും. ഭക്ഷണം വേണമെങ്കിൽ ഭോജശാലയിലേക്ക് പോകാം. പിന്നെ ബാല, എന്താണ് വേണ്ടത്? എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണു തരാൻ സാധിക്കുമോ അങ്ങേക്ക്? ബാല, ഇത് മഹാബലിയുടെ നാടാണ്. 3 അടി മണ്ണ് മാത്രം മതിയോ? എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, അത് നമുക്ക് തരുവാൻ സാധിക്കും. 3 അടി മണ്ണു മാത്രം മതി എനിക്ക്. അസുരഗുരുവായ ശുക്രാചാര്യരെ, ഈ ബാലൻ 3 അടി മണ്ണ് വേണമെന്ന ആവശ്യം എന്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നു. വേറെ ഒന്നും വേണ്ടതാനും. പാവം, മഹാബലിയെക്കുറിച്ച് ഇവൻ കേട്ടു കാണില്ല. അതാണ് ഒന്നും ചോദിക്കാത്തത്. അരുത് രാജാവേ, ആ ബാലന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കരുത്. ഇതിനു പിന്നിൽ വലിയൊരു ചതിയുണ്ട്. ഗുരു, അങ്ങേക്ക് എന്തു പറ്റി? ഈ ബാലൻ എനിക്ക് എന്ത് ദ്രോഹം ചെയ്യാനാണ്? ആരെവിടെ? ഈ ബാലൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് 3 അടി മണ്ണ് അളന്നു കൊടുക്കൂ. അരുത്, ഞാൻ എന്റെ പാദം കൊണ്ട് 3 അടി അളന്നെടുത്തുകൊള്ളാം. ശരി, അങ്ങനെയാവട്ടെ. ആ ചെറിയ ബാലൻ ഭീമാകാരനായി വളർന്നു. 1 അടി കൊണ്ട് സ്വർഗവും 2ാമത്തെ അടിയിൽ ഭൂമിയും നരകവും അളന്നു. അത്രയ്ക്ക് വലിയ കാലോ? അതെ, വിഷ്ണു ഭഗവാൻ വേഷം മാറി വന്നതാണ് ഈ മഹാബലി ഇല്ലാതാക്കാൻ. 3ാമത്തെ അടി എവിടെ വയ്ക്കും രാജാവേ? എന്റെ പ്രജകളെ ഇടയ്ക്ക് വന്ന് കാണുവാൻ സാധിക്കുമോ പ്രഭോ? എനിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വന്ന് പ്രജകളെ കണ്ടോളൂ.
അങ്ങനെ മഹാബലി നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണം. അത്തം മുതൽ 10 ദിവസം വീടിന് മുന്നിൽ പൂക്കളൊരുക്കി നമ്മൾ മാവേലിയെ വരവേൽക്കും. തിരുവോണ ദിവസം സദ്യ ഒരുക്കി നിലവിളക്ക് കത്തിച്ച് ഇലയിൽ വിളമ്പി നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യും. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഓണപ്പാട്ട്. ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, ഓണത്തപ്പൻ വീട്ടിലെത്തുന്നു, വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, പൊന്നൂഞ്ഞാലിട്ടല്ലോ, ഓണപ്പാട്ടു പാടിക്കൊണ്ട് ഊഞ്ഞാലാടാലോ. ഓണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ, കുടങ്ങൾ കാട്ടിലുലഞ്ഞു, തുമ്പികൾ ചുറ്റും പാറിപ്പറന്നു. തുമ്പക്കുടങ്ങൾ കാട്ടിലുലഞ്ഞു, തുമ്പികൾ ചുറ്റും പാറിപ്പറന്നു. പുത്തനുടുപ്പിട്ട് കുത്തരി ചോറുണ്ട് ഓണമൊരുങ്ങാലോ, പൊന്നോണമൊരുങ്ങാലോ, പൊന്നോണം വന്നല്ലോ, ഓണത്തപ്പൻ വിരുന്നിലെത്തും നാളു വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, പൊന്നൂഞ്ഞാലിട്ടല്ലോ, ഓണപ്പാട്ട് പാടിക്കൊണ്ട് ഊഞ്ഞാലാടാലോ, പൊന്നൂഞ്ഞാലാടാലോ. മാനസരസിന് നമസ്കാരം. നന്മയുടെ ഓണപ്പൂക്കളുമായി ചിങ്ങം എത്തിയിരിക്കുകയാണ്. ഇടമുറിയാതെ മഴ പെയ്തുകൊണ്ടിരുന്ന കർക്കിടക ഇരുട്ടിൽ നിന്ന് ചിങ്ങനിലാവിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മുഴുവൻ ഉത്സവമാണ് ഓണം. ജാതിമത ഭേദമന്യ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാം മുന്നിൽ പോലെ. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനും സഹോദരമായ അയ്യപ്പൻ എഴുതിയ കവിതയാണിത്. ഈ വരികൾ എത്ര മനോഹരമായ വരികളാണിത്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടല. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമമെൻ കേരളം, പൂവാണി പൊന്നിൻ ചിങ്ങം പൂവിളി കേട്ടുണരും പുന്നെല്ലിൻ പാടത്തിലൂടെ. മാനസരസിന് നമസ്കാരം. കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിൽ അത്തം മുതൽ 10 വരെയാണ് നാം ഓണം ആഘോഷിക്കുന്നത്. തിരുവോണ ദിനത്തിലാണ് നാം ഓണം അതിവിപുലമായി ആഘോഷിക്കുന്നത്.
കേരളത്തിന്റെ വിളവെടുപ്പ് മഹോത്സവം കൂടിയാണ് ഓണം. കുടുംബങ്ങൾ ഒത്തുകൂടുന്ന ദിനങ്ങൾ കൂടിയാണ് ഓണദിനങ്ങൾ. ഓണക്കോടി ഒടുക്കുക എന്നത് ഓണത്തിന്റെ ഒരു പ്രധാന ചടങ്ങാണ്. കുടുംബനാഥനാണ് എല്ലാവർക്കും ഓണക്കോടി നൽകുന്നത്. സമത്വത്തിന്റെ സമൃദ്ധിയുടെ ഓണം കഴിവിന്റെ പരമാവധി ആർഭാടമായി ആഘോഷിക്കുക എന്നത് മുറ്റത്താവണി മാസം കൊണ്ടു നടക്കും മഴവില്ലേ ഇങ്ങനെ നിറങ്ങൾ ശസ്സിനിറങ്ങിയ തിന്നോണം ഭംഗിയിൽ ഓരോ പൂക്കളുമായി വിടർന്നു തിരുവോണം ചെമ്പനി പൂവേ നറുതുമ്പപ്പൂ തിരളേ ഓണപ്പൂക്കളം ഓർമ്മപ്പൂക്കളം എഴുതാൻ കൂടാമോ ചെമ്പനി പൂവേ. എല്ലാവർക്കും ഓണാശംസകൾ. പൂത്തുമ്പി പൂവായി തുമ്പി ഊഞ്ഞാലാടാൻ വാ ഓണം കൂടാൻ വാ പൂത്തുമ്പി പൂവായി തുമ്പി ഊഞ്ഞാലാടാൻ വാ ഓണം കൂടാൻ വാ ഓണച്ചെപ്പ് തുറക്കാം ഓലപ്പന്തു കളിക്കാം ഓണച്ചെപ്പ് തുറക്കാം ഓലപ്പന്തു കളിക്കാം തുമ്പപ്പൂങ്കാവിൽ പോയി പൂ പറിക്കാം പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ. ഹായ് ഫ്രണ്ട്സ്, ഹായ് ടീച്ചേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എല്ലാവർക്കും മാവേലി വരുന്ന ദിവസം അറിയാലോ. അപ്പോൾ ഞാൻ ആ മാവേലി വരുന്ന ദിവസത്തിൻ്റെ ഒരു ഓണപ്പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്. ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ ഓണത്തപ്പൻ വിരുന്നിനെത്തും നാളു വന്നല്ലോ ഓണത്തപ്പൻ വിരുന്നിനെത്തും നാളു വന്നല്ലോ പൊന്നാരിട്ടല്ലോ പൊന്നു ഞാരിട്ടല്ലോ
ഓടിക്കളി ഇതെല്ലാം നമ്മുടെ ഓണത്തിന് മനോഹരവും സന്തോഷവുമാക്കുന്നു. പണ്ട് കാലത്ത് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാന്റെ ഓർമ്മ ഉണർത്തുന്നതാണ് പൊന്നിൻ ചിങ്ങമാസത്തിൽ ഓണക്കാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ കഴുകാനായി കുളിക്കാറ്റും കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാത്തിക്കിളിയേ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ കഴുകാനായി കുളിക്കാറ്റിൻ കുഞ്ഞിക്കൈ. മാനസദസ്സിന് നമസ്കാരം. ഏവർക്കും എൻ്റെ ഓണാശംസകൾ. ഓണപ്പൂക്കൾ വിടന്നല്ലോ, ഓണത്തുമ്പികൾ വന്നല്ലോ, കിളികളൊക്കെയുണർത്തിക്കൊണ്ട് കേരളമാകെയുണർന്നല്ലോ, കിളികളൊക്കെയുണർത്തിക്കൊണ്ട് കേരളമാകെയുണർന്നല്ലോ. ഉള്ളിലൊതുങ്ങാനാവാതിവിടെ ഓണകളോണപ്പാട്ടായി, ഉള്ളിലൊതുങ്ങാനാവാതിവിടെ ഓണകളോണപ്പാട്ടായി. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ഒരു ഓണപ്പാട്ടാണ്. ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ, ഓണം വന്നല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ, കോടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ. ഏവർക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. മാവേലി നാടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഓടി ഉടുപ്പിക്കാൻ ഓണപ്പൂക്കളമെഴുതിക്കാൻ വന്നേ വന്നേ പൊന്നോണം, ഓണത്തുമ്പി കളിച്ചിടാൻ ഓണത്തപ്പനെ വരവേൽക്കാൻ വന്നേ വന്നേ പൊന്നോണം. ഞാൻ ഇന്ന് ഓണത്തോടനുബന്ധിച്ച് ഒരു ഓണപ്പാട്ടാണ് പാടാൻ പോകുന്നത്. മാവേലി നാടു പണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വാസിക്കും കാലം എന്റെ പ്രിയ കൂട്ടുകാരെ, വീണ്ടും ഒരു ഓണക്കാലം കൂടി വരവായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. പണ്ട് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു അസുര രാജാവ് നമ്മുടെ കേരളം ഭരിച്ചു. ആ കാലങ്ങളിൽ എല്ലാവരും ഒരുമയോടെ കഴിഞ്ഞിരുന്നു. കള്ളും ചതിയുമില്ലാത്ത കാലമായിരുന്നു അത്. ആ മഹാബലി എന്ന അസുര രാജാവിന്റെ ഭരണത്തിൽ അസൂയപ്പെട്ട ദേവന്മാർ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചപ്പോൾ മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ വന്നിട്ട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. അതിനുശേഷം മഹാബലി ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അപ്പോൾ മഹാബലിയുടെ ആവശ്യപ്രകാരം വർഷത്തിൽ ഒരു ദിവസം 2 പ്രജകളെ കാണാനുള്ള അനുവാദം കിട്ടി. ആ ദിവസമാണ് നാം എല്ലാവരും ഓണം ആഘോഷിക്കുന്നത്. എല്ലാ മലയാളികളും താനാൽ കഴിയുന്ന വിധം ഓണം ആഘോഷിക്കുന്നു. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, പ്രിയ കൂട്ടുകാരെ, ഓണപരിപാടി ആഘോഷിക്കുകയല്ലേ? ഓണം എന്തിനാണ് ആഘോഷിക്കുന്നത്? മഹാബലിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. പൂക്കളം ഒരുക്കിയും ഊഞ്ഞാല് കെട്ടിയും പുതുവസ്ത്രങ്ങൾ ധരിച്ചും ഓണസദ്യ ഒരുക്കിയും ഓണത്തെ വരവേൽക്കുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒത്തുചേരലിന്റെയും ഉത്സവമാണ് ഓണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് ഓണപ്പാട്ട്. ഓണം വന്നോണം പൊന്നോണം വന്നേ, കേരള നാട്ടിൽ പൊന്നോണം വന്നേ. ഓണം വന്നോണം പൊന്നോണം വന്നേ, മാവേലി നാട്ടിൽ പൊന്നോണം വന്നേ. കള്ള
വ്രതമീ മാസം ചിങ്ങം വന്നല്ലോ, ഓണനാളുകൾ വന്നല്ലോ. ഓണാശംസകൾ പാടുക പാടുക കുട്ടികളെ, ഓണപ്പാട്ടുകൾ കുട്ടികളെ, ചൊല്ലുക ചൊല്ലുക കുട്ടികളെ, മാവേലിക്കൊരു സ്വാഗതം. ഓണത്തപ്പൻ വിരുന്നിനെത്തും നാളുക നല്ലോ, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. തൊടിയാകെ തുമ്പ പൂത്തു, മുക്കുറ്റിപ്പാടം പൂത്തു, ചെറുതുമ്പപ്പൂവ് കൊണ്ടൊരു പൂക്കളം എഴുതിയിടാൻ പൊന്നോണപ്പൂത്തുമ്പി വന്നിടാമോ, പൊന്നോണപ്പൂത്തുമ്പി വന്നിടാമോ. മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകമിലാവ്, ചുണ്ട് മലരോണ നമ്മുടെ ഓണാഘോഷം അതിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഏറെ ഹൃദ്യവും സുന്ദരവും മനോഹരമായ വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓണപരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഓണപരിപാടികളിൽ പങ്കെടുത്ത് മനോഹരമായ വിധത്തിൽ ഈ ഓണാഘോഷത്തെ ആക്കിത്തീർത്ത കുഞ്ഞുമക്കൾക്ക് സ്കൂൾ കുടുംബത്തിൻ്റെതായ നന്ദിയും അനുമോദനങ്ങളും അറിയിക്കുന്നു. കുഞ്ഞുമക്കളെ പരിപാടികൾക്കായിട്ട് തിരഞ്ഞെടുത്ത് മാർഗനിർദ്ദേശങ്ങൾ നൽകി സഹായിച്ച എല്ലാ അധ്യാപകർക്കും നന്ദി. കുഞ്ഞുങ്ങളെ സഹായിച്ച് ഒരുക്കി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിച്ച എല്ലാ മാതാപിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അനുമോദനങ്ങളും അറിയിക്കുന്നു. സ്കൂൾ കുടുംബത്തെ ഈശ്വര സംരക്ഷണത്തിനായിട്ട് സമർപ്പിക്കുന്നു. പരിപാടികളിൽ പങ്കെടുത്ത് ഈ ഓണാഘോഷത്തെ അനുഗ്രഹിച്ച എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി അറിയിച്ചുകൊണ്ടും ഓണാശംസകൾ ഹൃദയപൂർവ്വം നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി.